ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡോക്യുമെൻസിലുള്ള കൺഫ്യൂഷൻസ് കാരണമോ അല്ലെങ്കിൽ വിസ റിജക്ഷൻ വരുമോ എന്നുള്ള ഭയം കൊണ്ട് ഒത്തിരി പേരും ഈ ഓസ്ട്രേലിയൻ സ്വപ്നം തന്നെ മാറ്റിവെക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഞാൻ ഡെയിലി കാണാറുമുണ്ട്. അവർക്ക് പലർക്കും വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും എന്ത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ എന്താണ് അവിടെ കരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അവർക്ക് കിട്ടാത്തത് കാരണം പലരും അവരുടെ ഓസ്ട്രേലിയൻ സ്വപ്നം തന്നെ ഉപേക്ഷിക്കാറാണ് പതിവ്. പക്ഷേ പല സാഹചര്യങ്ങളിലും അതിന് പരിഹാരവുമുണ്ട്. ഒത്തിരി പേർക്കും അറിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മെഡ്സിറ്റി ഇൻ്റർനാഷണൽ അക്കാഡമി ഒരു ഫ്രീ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സെമിനാർ വരുന്നത് കോട്ടയത്താണ്. ഓസ്ട്രേലിയൻ സ്റ്റഡി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെമിനാർ ആയിരിക്കും കോട്ടയത്ത് നടക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് തന്നെ ITR ഫയൽ ചെയ്യാതെ ഒരാൾക്ക് ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് പറ്റുമോ, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇനി സ്പൗസിനോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുമോ, ഈ ഏതൊക്കെ കോഴ്സുകൾ എടുത്താലാണ് അവിടെ PR കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഹൈ ആയിട്ടിരിക്കുന്നത്, വളരെ ചുരുങ്ങിയ ചിലവിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് പറ്റുന്നത്, നഴ്സിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അത് ഏതൊക്കെയാണ്, നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി ഇവാലുവേറ്റ് ചെയ്ത് ആ പ്രൊഫൈലിന് പറ്റിയ ഏത് കോഴ്സാണോ എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെയും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് അതെങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എങ്ങനെയൊക്കെ കിട്ടാനായിട്ട് പറ്റും എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് തന്നെ നിങ്ങൾക്കിവിടെ കിട്ടുന്നതായിരിക്കും. എന്താണ് ഒരു GS, അതായത് ജെന്യുവൻ സ്റ്റുഡൻറ്റ് റിക്വയർമെൻറ്റ്? ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് നിങ്ങൾ ബോധ്യപ്പെടണം നിങ്ങളൊരു പ്രോപ്പർ പഠിക്കാനായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന്. അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വെക്കേണ്ടത്, നിങ്ങളുടെ ഭാവി കരിയർ പ്ലാനും അല്ലെങ്കിൽ ഒരു GS ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ സാധാരണയായി വരുത്തുന്ന തെറ്റുകൾ യൂഷ്വലി എന്തൊക്കെയാണ്, ഇതൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതും ഈ ഒരു സെമിനാറിൻ്റെ അട്രാക്ഷൻ ആയിരിക്കും. ഇതുകൂടാതെ വിസ റിജക്ഷൻ അതെങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാം, എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആപ്ലിക്കേഷൻ വിത്ത് എ ഫുൾ സപ്പോർട്ട്, അത് SOP ആണെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എന്തും എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഈ സെമിനാർ കിട്ടുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ പഠനത്തിനായി പോകുമ്പോൾ സ്പൗസിനെ കൂടെ കൂട്ടാനായിട്ട് പറ്റുമോ, ഇനി കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂട്ടാനായിട്ട് പറ്റുമോ, കൂടെ കൂട്ടുന്ന ആൾക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ, എന്തൊക്കെയാണ് കുട്ടികൾക്ക് സ്കൂളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ ഒരു സെമിനാറിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും. ഓസ്ട്രേലിയയിൽ പഠിക്കാനും കുടുംബത്തോടൊപ്പം ഒരു പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ട ഒരു സെഷനാണിത്. ജൂൺ 19 കോട്ടയം മെഡ്സിറ്റിയിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നിങ്ങളുടെ ഓസ്ട്രേലിയൻ സ്വപ്നം കോൺഫിഡൻസോടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. MedCity International Academy. Trusted hands forever.